നമസ്കാരം. പ്രധാന വാർത്തകൾ. പണമില്ലാതെ ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ നടത്തി ജനങ്ങളെ വെല്ലുവിളിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാരെന്ന് MLA-മാരായ മഞ്ഞളാംകുഴി അലിയും നജീബ് കാന്തപുരവും. ഇടതുപക്ഷക്കാർ ഉയർത്തിക്കൊണ്ടുവന്ന പെരിന്തൽമണ്ണയിലെ ഒരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് പോലും ബജറ്റിൽ അവഗണിച്ചു. ഇടതുപക്ഷ നയങ്ങൾ പോലും മറന്നെന്നും MLA-മാർ. കേന്ദ്രവും കേരള ഭരണകൂടവും ജനങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാഫി പറമ്പിൽ MLA. വരുന്ന തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇതിന് തിരിച്ചടി നൽകുമെന്നും ഷാഫി പറമ്പിൽ. ഭൂമി തരം മാറ്റിയെന്ന് കൃഷിവകുപ്പ് കണ്ടെത്തിയിട്ടും നടപടിയെടുക്കാതെ റവന്യൂ അധികൃതർ. മണ്ണാർക്കാട് കൈതച്ചിറ മുക്കാട് പാടശേഖരത്തിലാണ് നെൽവയൽ തരം മാറ്റിയതായി കൃഷിവകുപ്പ് കണ്ടെത്തിയത്. ഇതുകാരണം സമീപത്തെ മറ്റ് കർഷകർക്കും കൃഷിയിറക്കാൻ കഴിയുന്നില്ലെന്ന് പരാതി. വെറ്റിനറി സർവകലാശാലയ്ക്ക് കീഴിലെ തിരുവിലാംകുന്ന് ലൈവ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷൻ വളപ്പിൽ നിന്ന് ലക്ഷങ്ങളുടെ മരങ്ങൾ മുറിച്ചു കടത്തി. മരം കടത്തിയത് ഉണങ്ങിയ മരങ്ങൾ ലേലം ചെയ്യാൻ നൽകിയതിന്റെ മറവിൽ. സ്റ്റേഷൻ അസിസ്റ്റന്റ് പ്രൊഫസറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. കൃഷി മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പുതിയ പദ്ധതിയുമായി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് 37.79 കോടിയുടെ ബജറ്റാണ് വൈസ് പ്രസിഡന്റ് T. ശശികുമാർ അവതരിപ്പിച്ചത്. സ്ത്രീകൾക്കായി പെൺമ പദ്ധതിയും ബജറ്റ്. വിശദമായ വാർത്തകൾ. ഇടതുപക്ഷക്കാർ ഉയർത്തിക്കൊണ്ടുവന്ന പെരിന്തൽമണ്ണ ഒരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് പദ്ധതിയെപ്പോലും സംസ്ഥാന ബജറ്റിൽ അവഗണിച്ചെന്ന് MLA-മാരായ മഞ്ഞളാംകുഴി അലിയും നജീബ് കാന്തപുരവും പറഞ്ഞു. സംസ്ഥാന ബജറ്റ് സംബന്ധിച്ച് മലബാർ ന്യൂസിനോട് പ്രതികരിക്കുകയായിരുന്നു ഇരുവരും. പണമില്ലാത്ത സാഹചര്യമായിട്ട് കൂടി ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ നടത്തി ജനങ്ങളെ വെല്ലുവിളിച്ചിരിക്കുകയാണെന്ന് മഞ്ഞളാംകുഴി അലി MLA-യും ഇടതുപക്ഷ നയങ്ങളും നിലപാടുകളും അവർ തന്നെ തിരുത്തിയ ബജറ്റാണിതെന്ന് നജീബ് കാന്തപുരം MLA-യും പറഞ്ഞു. ഒരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസിന് ഏകദേശം 250 കോടി രൂപ വരും. 250 കോടി രൂപ വെച്ചൊരു ബൈപ്പാസ് ഇപ്പം ഉണ്ടാക്കാൻ സംസ്ഥാന സർക്കാരിന് ഒരിക്കലും കഴിയില്ല. കേന്ദ്ര സർക്കാരിൻ്റെ സഹായം അതിനോട്ട് കിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് തൽക്കാലമാണ് മാറ്റിവെച്ചത്. എല്ലാവരും പറഞ്ഞിരുന്നു, പഴയ അവിടെ നേതാക്കന്മാരൊക്കെ കഴിഞ്ഞ LDF-ലെ നേതാക്കന്മാരൊക്കെ മുഖ്യമന്ത്രിക്ക് ഇതിന് നിവേദനം കൊടുത്ത് ഇപ്പം പാസ്സാവും എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇതുവരെ അത് പാസ്സാക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ, ഫണ്ടില്ല. അത് തന്നെയാണ് പ്രധാനമായിട്ടൊരു ആവശ്യമാണ്, ജനങ്ങളുടെ വലിയൊരു ആവശ്യമാണ്. എന്നാൽ ഈ വലിയ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ തീരും. സ്വാഭാവികമായിട്ടും നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു ഒരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ്. മാത്രമല്ല, നവകേരള സദസ്സിൻ്റെ ഭാഗമായിട്ട് വലിയ തോതിൽ തന്നെ CPM-നും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും മുമ്പിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശവും ആവശ്യവുമായിരുന്നു മാനത്തുമംഗലം ബൈപ്പാസ് എന്ന് പറയുന്നത്. അതിന് നിർദ്ദയം തള്ളിക്കളഞ്ഞ ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. തീർച്ചയായിട്ടും ഈ ബജറ്റ് പൂർണ്ണമായിട്ടും നിരാശാജനകമാണ്. മങ്കട മണ്ഡലത്തിലേക്ക് 360 കോടിയുടെ വിവിധ പദ്ധതികളാണ് മഞ്ഞളാംകുഴി അലി MLA സമർപ്പിച്ചത്. എന്നാൽ ആകെ അനുവദിച്ചത് 5 കോടി രൂപ മാത്രം. മങ്കട മണ്ഡലത്തിലെ ഇപ്പം 5 കോടി രൂപയുടെ പദ്ധതികളാണ് അവർ അനുവദിച്ച് നൽകിയിട്ടുള്ളത്. അത് എല്ലാ വർഷവും തരുന്നതാണ്. ഇതിനേക്കാൾ MLA ഫണ്ട് ഉണ്ട്. 6-7 കോടി രൂപ MLA ഫണ്ട് ഉണ്ട്. അതാണ് നമ്മൾ ചെലവഴിക്കുന്നത്. അതല്ലാതെ നമ്മൾ ആവശ്യപ്പെട്ട ബൈപ്പാസ് 2 ബൈപ്പാസ് ഉടനെ ആവശ്യമുണ്ടായിരുന്നു. ഒന്ന് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അത് അലൗ ചെയ്തതാണ്, അതിനുള്ള AS-ഒക്കെ തന്നതാണ്. പക്ഷേ അതിൻ്റെ വർക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ, അതിനുള്ള മറ്റുള്ള വർക്കുകൾ ആരംഭിക്കാൻ കഴിയാത്തുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പല കടലാസുകളുണ്ട്, ശരിയായിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞ വ്യാജാനങ്ങൾ നീട്ടി കൊണ്ടുപോവുക. അവർക്ക് പണമില്ല, തുടങ്ങാൻ പണമില്ല. 18 കോടി രൂപയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് ഉള്ളത്. അതില്ല. അപ്പം അതിങ്ങനെ ഓരോരോ കാര്യം പറഞ്ഞാണ് നീട്ടിക്കൊണ്ടുപോകണം. പെരിന്തൽമണ്ണ മണ്ഡലത്തിലേക്ക് നജീബ് കാന്തപുരം MLA 20 കോടി രൂപയുടെ പദ്ധതികളാണ് ബജറ്റിൽ നിർദ്ദേശിച്ചത്. കിട്ടിയതാകട്ടെ ഒരു പദ്ധതിക്കുള്ള 5 കോടി രൂപ മാത്രം. പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട പല പ്രൊജക്റ്റുകൾക്കും മുൻഗണന നൽകി സമർപ്പിച്ചിരുന്നെങ്കിലും ഒരു തരത്തിലുള്ള പരിഗണനയും ഉണ്ടായിട്ടില്ല. ആകെ നമുക്ക് നൽകിയിട്ടുള്ള മണലായ മുതുകുരിശി റോഡിനുള്ള 5 കോടി രൂപ മാത്രം. അത് മാത്രമാണ് ഞങ്ങളുടെ നിർദ്ദേശം അംഗീകരിച്ചിട്ടുള്ളത്. ഒരൊറ്റ നിർദ്ദേശം മാത്രമേ ഇത്തവണ ബജറ്റിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ളൂ. 5 കോടി രൂപയുടെ ഒരൊറ്റ റോഡ് മാത്രമാണ് ഞങ്ങൾക്ക് അനുവദിച്ചു തന്നിട്ടുള്ളത്. 20ഓളം നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും അതിൽ ആകെ ഒരൊറ്റ റോഡിന് മാത്രമാണ് അവർ ഏറ്റെടുത്തിട്ടുള്ളത്. പെരിന്തൽമണ്ണ മങ്കട മണ്ഡലങ്ങളുടെ വലിയ ആവശ്യമാണ് അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയിലെയും ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ നിർദ്ദേശിച്ച ഒരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ്. ഇടതു നേതാക്കൾ മുഖ്യമന്ത്രിക്കും നിവേദനം കൊടുത്തിട്ട് പോലും ഈ പദ്ധതി പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്ന് മഞ്ഞളാംകുഴി അലി MLA പറഞ്ഞു. പഴയ അവിടെ നേതാക്കന്മാരൊക്കെ കഴിഞ്ഞ LDF-ലെ നേതാക്കന്മാരൊക്കെ മുഖ്യമന്ത്രിക്ക് ഇതിന് നിവേദനം കൊടുത്ത് ഇപ്പം പാസ്സാവും എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി.
ഇതുവരെ അത് പാസ്സാക്കാൻ കഴിയുന്നില്ല. കാരണം എന്താ? ഫണ്ടില്ല. അത് തന്നെയാണ് പ്രധാനമായിട്ടൊരു ആവശ്യമാണ്, ജനങ്ങളുടെ വലിയൊരു ആവശ്യമാണ്. എന്നാൽ ഈ വലിയ പ്രശ്നങ്ങൾ ഇപ്പോൾ ഒരു പരിധിവരെ തീരും. അപ്പോൾ ഇതാണ് ഇപ്പം ഇന്നത്തെ സ്ഥിതി. നവകേരള സദസ്സിൽ LDF ഉയർത്തിക്കാണിച്ച ഓരാടംപാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് പദ്ധതി ബജറ്റിൽ തള്ളിക്കളയുകയല്ലേ ചെയ്തതെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. ഇത്തവണത്തെ കേരള ബജറ്റ് വലിയൊരു തമാശയാണ്. ഒരു ബജറ്റിനെ കുറ്റം പറയാൻ നമുക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ബജറ്റിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും മാങ്ങയുള്ള മാവിനല്ലേ എറിയേണ്ടതുള്ളൂ. ഇത് മാങ്ങയില്ലാത്തൊരു മാവാണ് കേരള ബജറ്റ് എന്ന് പറയുന്നത്. ഒരു തരത്തിലും യാതൊരു ഇപ്പോൾ ഏറ്റവും പ്രധാനമായ ക്ഷേമ പെൻഷനുകളിൽ പോലും ഒരു നയാ പൈസ കൂട്ടാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. മാത്രമല്ല, ജനങ്ങളിൽ നിന്ന് എങ്ങനെയെല്ലാം പിഴിയാമെന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തുകയാണ്. അവരുടെ ആശയങ്ങളെല്ലാം പഴയ നിലപാടുകളിൽ നിന്നെല്ലാം മാറ്റിയ ഒരു ബജറ്റാണ് ഉണ്ടായിട്ടുള്ളത്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ വ്യക്തമായ ധാരണയും ആസൂത്രണവും ഇല്ലാതെയാണ് ബജറ്റ് അവതരിപ്പിച്ചതെന്നും അവരുടെ തന്നെ ആശയങ്ങൾ മറന്നുള്ള പ്രഖ്യാപനങ്ങളാണ് ബജറ്റിൽ നടത്തിയതെന്നും മഞ്ഞളാംകുഴി അലി MLA അഭിപ്രായപ്പെട്ടു. ബഡ്ജറ്റ് ഇത്രയും മോശമായ ഒരു ബഡ്ജറ്റ് സംസ്ഥാന സർക്കാർ മുൻകാലങ്ങളിലൊന്നും ഇതേ രീതിയിലുള്ള ഒരു ബഡ്ജറ്റിനെ കാണിച്ചിട്ടില്ല. ഇത് ശരിക്കും ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ്. ഒരു കാരണവശാലും ഈ ബഡ്ജറ്റ് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കുറേ കാര്യങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഇതിൽ പറഞ്ഞു പോയി എന്നല്ലാതെ കൃത്യമായിട്ട് എന്താണ് ഈ അടുത്ത വർഷത്തിന് എന്തൊക്കെ ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു ധാരണ ഈ സർക്കാരിന് ഉണ്ടായിട്ടില്ല. അത് പ്രധാനമായും ഖജനാവിൽ 5 പൈസ ഇല്ല. പണമില്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ തോന്നിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോയി എന്നല്ലാതെ വല്ലാത്ത കാര്യങ്ങൾ വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇങ്ങോട്ട് ക്യാപിറ്റൽ അട്രാക്റ്റ് ചെയ്യാനുള്ള പരിപാടികൾ, അത് മൂലധനം ഇങ്ങോട്ട് കൊണ്ടുവരണം, എന്നിട്ട് ഇവിടെ നിന്ന് ബിസിനസ് തുടങ്ങണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്ട് വേഗമായിട്ട് പറഞ്ഞു പോകാമെന്നല്ല. അതിനുള്ള വഴികളൊന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ യൂണിവേഴ്സിറ്റി വരണമെന്ന് പറയുന്നു, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള യൂണിവേഴ്സിറ്റി കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പറയുന്നുണ്ട്. അതിനുള്ള വഴികളെല്ലാം പറഞ്ഞു. അതിപ്പോൾ തന്നെ CPMൻ്റെ SFI സംഘടന അതിനെ എതിർക്കാൻ തുടങ്ങി. കൃത്യമായിട്ട് ഒരു കാര്യം, നമ്മളുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ, ഇന്നത്തെ സാമ്പത്തിക നില പരിഹരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം. കേന്ദ്ര സർക്കാരിന് ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക ഏത് സമയത്തും അതൊരിക്കലും ഇത് നന്നാവില്ല. കാരണം ധൂർത്തും പ്ലാനിങ് ഇല്ലായ്മയാണ് ഇന്നത്തെ കേരളത്തിൻ്റെ സ്ഥിതിവിശേഷം. ഇത് ഇങ്ങനെ ആവാനുള്ള കാരണം. മണ്ഡലത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ മങ്കട മണ്ഡലത്തിലെ ഇപ്പോൾ 5 കോടി രൂപയുടെ പദ്ധതികളാണ് അവർ അനുവദിച്ച് നൽകിയിട്ടുള്ളത്. അത് എല്ലാ വർഷവും തരുന്നതാണ്. ഇതിനേക്കാൾ MLA ഫണ്ട് ഉണ്ട്. 6-7 കോടി രൂപ MLA ഫണ്ട് ഉണ്ട്. അതാണ് നമ്മൾ ചെലവഴിക്കുന്നത്. അതല്ലാതെ നമ്മൾ ആവശ്യപ്പെട്ട ബൈപ്പാസ് 2 ബൈപ്പാസ് ഉടനെ ആവശ്യമുണ്ടായിരുന്നു. ഒന്ന് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം അത് അലൗ ചെയ്തതാണ്, അതിനുള്ള AS ഒക്കെ തന്നതാണ്. പക്ഷേ അതിൻ്റെ വർക്ക് ആരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താ? അതിനുള്ള മറ്റുള്ള വർക്കുകൾ ആരംഭിക്കാൻ കഴിയാത്തുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മുടെ പല കടലാസുകളുണ്ട് ശരിയായിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞ വ്യാജാനങ്ങൾ നീട്ടി കൊണ്ടുപോവുക. അവർക്ക് പണമില്ല, തുടങ്ങാൻ പണമില്ല. 18 കോടി രൂപയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് ഉള്ളത്. അതില്ല. അപ്പോൾ അതിങ്ങനെ ഓരോരോ കാര്യം പറഞ്ഞാണ് നീട്ടിക്കൊണ്ടുപോവാണ്. ഇപ്പോൾ ഇന്ന് അതിൻ്റേതായ ഈ ആൾക്കാരൊക്കെ വിളിച്ചിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ട്. അത് ഇങ്ങനെ ഓരോരോ കാര്യം പറഞ്ഞിങ്ങനെ നീട്ടാനുള്ള ഓരോരോ ഇതാണ് നമ്മൾ കാണിക്കുന്നില്ല. ഇടതുപക്ഷ നിലപാടുകളിൽ നിന്നും നയങ്ങളിൽ നിന്നും മാറിയ പ്രഖ്യാപനമാണ് ബജറ്റിൽ നടത്തിയതെന്നും ഈ ബജറ്റ് വലിയ തമാശയാണെന്നും ജനങ്ങളിൽ നിന്നും എങ്ങനെ പണം പിഴിയാമെന്ന് സർക്കാർ ഗവേഷണം നടത്തുകയാണെന്നും നജീബ് കാന്തപുരം MLA അഭിപ്രായപ്പെട്ടു. ഇത്തവണത്തെ കേരള ബജറ്റ് വലിയൊരു തമാശയാണ്. ഒരു ബജറ്റിനെ കുറ്റം പറയാൻ നമുക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചാൽ ബജറ്റിൽ ഒന്നുമില്ല എന്നുള്ളതാണ്. നമ്മൾ സ്വാഭാവികമായിട്ടും മാങ്ങയുള്ള മാവിനല്ലേ എറിയേണ്ടതുള്ളൂ. ഇത് മാങ്ങയില്ലാത്തൊരു മാവാണ് കേരള ബജറ്റ് എന്ന് പറയുന്നത്. ഒരു തരത്തിലും യാതൊരു ഇപ്പോൾ ഏറ്റവും പ്രധാനമായ ക്ഷേമ പെൻഷനുകളിൽ പോലും ഒരു നയാ പൈസ കൂട്ടാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. മാത്രമല്ല, ജനങ്ങളിൽ നിന്ന് എങ്ങനെയെല്ലാം പിഴിയാമെന്നതിനെക്കുറിച്ച് ഗവേഷണം നടത്തുകയാണ്. അവരുടെ ആശയങ്ങളെല്ലാം പഴയ നിലപാടുകളിൽ നിന്നെല്ലാം മാറ്റിയ ഒരു ബജറ്റാണ് ഉണ്ടായിട്ടുള്ളത്. കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റിയുടെ കീഴിലെ മണ്ണാർക്കാട് തിരുവിഴാംകുന്ന് ലൈഫ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷൻ വളപ്പിൽ നിന്ന് വിലമതിക്കാനാവാത്ത മരങ്ങൾ മുറിച്ചു കടത്തി. ലൈഫ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷൻ അസിസ്റ്റന്റ് പ്രൊഫസറുടെ പരാതിയിൽ മരം ലേലത്തിനെടുത്തയാൾക്കും സഹായികൾക്കുമെതിരെ മണ്ണാർക്കാട് പോലീസ് കേസെടുത്തു. 500 ഏക്കറോളം വരുന്ന റിസർച്ച് സ്റ്റേഷൻ വളപ്പിലെ C ബ്ലോക്കിലെ വീണുകിടക്കുന്നതും ഉണങ്ങിയതും അപകട ഭീഷണിയുള്ളതുമായ മരങ്ങൾ 3,02,700 രൂപയ്ക്ക് ലേലം ചെയ്തിരുന്നു. ഈ മരങ്ങൾ മുറിക്കുന്ന കൂട്ടത്തിൽ വിലമതിക്കാനാവാത്ത 11 വൻമരങ്ങളും മുറിച്ചു കടത്തിയെന്നാണ് പ്രൊഫസറുടെ പരാതി. മരുത്, ആഞ്ഞിലി, വെന്തേക്ക്, പാല,
താനി തുടങ്ങിയ മരങ്ങളാണ് മുറിച്ചു കടത്തിയത്. ലേലത്തിൽപ്പെടാത്ത മരങ്ങൾ മുറിച്ചതായി ജീവനക്കാരൻ പറഞ്ഞ പരാതി അന്വേഷിച്ചപ്പോഴാണ് 11 മരങ്ങൾ മുറിച്ച് കടത്തിയതായി കണ്ടെത്തിയത്. മരം ലേലത്തിനെടുത്ത അലനല്ലൂർ ചോലാപ്പറമ്പിൽ സജിത്ത് മോൻ, സഹായികളായ ലുക്മാൻ, ഹുസൈൻ എന്നിവർക്കെതിരെ മണ്ണാർക്കാട് പോലീസ് കേസെടുത്തു. ഡിസംബർ 31-നും ഫെബ്രുവരി 4-നും ഇടയ്ക്കാണ് മരം മുറിച്ച് കടത്തിയിട്ടുള്ളത്. മണ്ണാർക്കാട് കൈതച്ചിറയിലെ മുക്കാട് പാടശേഖരത്തിലെ നെൽവയൽ തരം മാറ്റിയെന്ന് കൃഷിവകുപ്പ് കണ്ടെത്തിയിട്ടും നടപടിയെടുക്കാതെ റവന്യൂ അധികൃതർ. നവകേരള സദസ്സിൽ നൽകിയ പരാതിക്ക് ലഭിച്ച മറുപടിയിലാണ് ഭൂമി തരം മാറ്റിയെന്ന് കൃഷിവകുപ്പ് അറിയിച്ചത്. കൈതച്ചിറ മുക്കാട് പാടശേഖരത്തിലെ 100 ഏക്കറിലെ 3 ഏക്കർ നെൽഭൂമിയാണ് പലവിധത്തിലുള്ള ദീർഘകാല വിളകൾ കൃഷി ചെയ്തും നികത്തിയും തരം മാറ്റിയത്. താലൂക്ക് വികസന സമിതിയിൽ ഇതേക്കുറിച്ച് പരാതി ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് KSKTU നേതാവും താലൂക്ക് വികസന സമിതി അംഗവുമായ M. ഉണ്ണീൻ നവകേരള സദസ്സിൽ പരാതി നൽകിയത്. നെൽപ്പാടത്തിന് മധ്യത്തിലെ കൃഷിഭൂമിയിൽ മറ്റ് വിളകൾ ഇറക്കുന്നത് കാരണം സമീപത്തുള്ളവർക്ക് നെൽകൃഷി ഇറക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. താഴെ ഭാഗത്തെ കൃഷിയിടത്തിലേക്ക് വെള്ളവും ട്രാക്ടറും കൊയ്ത്ത് യന്ത്രം തുടങ്ങിയവ കൊണ്ടുവരാനും കഴിയാത്ത വിധം കമ്പിവേലി കെട്ടി തിരിച്ചിരിക്കുകയാണ്. അധികൃതർക്ക് നൽകിയ പരാതികൾ ഒരു വകുപ്പിൽ നിന്ന് മറ്റൊരു വകുപ്പിലേക്ക് അയക്കുന്നതിനപ്പുറം ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. താലൂക്ക് വികസന സമിതിയിൽ നിരന്തരം പരാതി ഉന്നയിക്കാറുണ്ടെങ്കിലും പരിഹാരമില്ല. ജില്ലാ കൃഷി ഓഫീസറുടെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ കഴിഞ്ഞ സമിതിയിൽ വായിച്ചു. കൃഷിവകുപ്പിന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടാകുമെന്ന് താലൂക്ക് വികസന സമിതിയിൽ ഉറപ്പു നൽകിയതായി വികസന സമിതി അംഗം M. ഉണ്ണീൻ പറഞ്ഞു. കൈതച്ചിറ മുക്കാട് പാടശേഖരത്തിൽ ഇപ്പോൾ ഒരു 100-100ഓളം ഏക്കർ നെൽകൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരു പാടശേഖര സമിതിയുണ്ട്. കൃത്യമായി നെല്ല് കൃഷി ഇറക്കുന്ന ഒരു സംവിധാനമാണ്. ഏതാണ്ട് 1.5 വർഷമായിട്ട് കഴിഞ്ഞ സീസണിന് ശേഷം അവിടെ ആ നെൽപ്പാടങ്ങളുടെ മധ്യത്തിലായിട്ട് ഒരു 2 ഏക്കർ 90 സെൻറ്റ് സ്ഥലം അവിടെ ഈ വഴിപ്പറമ്പൻ ലത്തീഫ് എന്ന് പറയുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ വാരടിക്കുകയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. അവിടെ നെൽകൃഷി ചെയ്തിരുന്ന സ്ഥലത്താണ് പെട്ടെന്ന് അവിടെ മറ്റു കൃഷികൾ ഇറക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അവിടെ തെങ്ങ്, മരങ്ങൾ, അതുപോലെയുള്ള മറ്റ് കൃഷികളൊക്കെ ചെയ്ത് താഴത്തെ കൃഷിക്കാർക്ക് ശല്യക്കാരനെ വേണ്ടി അവിടെ ഇറക്കപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ഈ പാടത്തിന് ചുറ്റും കമ്പിവേലി കെട്ടിയിരിക്കുകയാണ്. അതിൻ്റെ താഴെയുള്ള കൃഷിക്കാർക്ക് വെള്ളം കൊണ്ടുപോകാനോ അല്ലെങ്കിൽ ട്രാക്ടർ ഇറക്കാനോ കഴിയാത്ത വിധത്തിൽ തടസ്സപ്പെട്ടിരിക്കും. അത് വല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ഇതിനെക്കുറിച്ച് താലൂക്ക് സഭയിലും അതുപോലെ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലും കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലും വില്ലേജിലുമൊക്കെ നിരന്തരമായ പരാതി പാടശേഖര സമിതിയുടെ പേരിലൊക്കെ തന്നെ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. താലൂക്ക് സഭയിൽ സ്ഥിരമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഇതിലേക്കാണ് അടുത്ത സീസണിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അത് ഒരിക്കലും അനുവദിക്കാൻ കഴിയില്ല. കാരണം ഈ കാഞ്ഞിരപ്പുഴയിൽ നിന്ന് വരുന്ന കനാൽ വെള്ളം കൃഷിയുടെ പേരിൽ വരുന്ന വെള്ളമാണെങ്കിലും അവിടെയുള്ള കോളനി നിവാസികൾക്ക്, ആദിവാസികൾക്ക്, അതുപോലെ തന്നെ പട്ടികജാതി കോളനിക്കാർക്ക്, മറ്റു സമുദായക്കാർക്കൊക്കെ തന്നെ കുടിവെള്ളം ലഭിക്കണമെങ്കിൽ ഈ കാഞ്ഞിരപ്പുഴയിൽ നിന്ന് കനാലിൽ വെള്ളം വരണം. ആ വെള്ളം ഇപ്പോൾ കൃഷിയില്ലെങ്കിൽ അത് നിർത്തുന്നൊരവസ്ഥയിലേക്ക് വരിക. അവിടെ ഒരു പരിധി വരെ ആ വെള്ളം വരുന്നുള്ളൂ. കൃഷിക്ക് വേണ്ടിയാണ് അത് തുറന്നു കൊടുക്കുന്നത്. അങ്ങനെ വെള്ളം കിട്ടാത്ത ഒരു സ്ഥിതിയുണ്ട്. കുടിവെള്ളം കിട്ടുന്ന ഒരവസ്ഥയുണ്ട്. ജനങ്ങൾക്ക് വേണ്ടി പറയാനും അവർക്ക് വേണ്ടി നിലകൊള്ളുന്നതിനും പകരം കേന്ദ്രവും സംസ്ഥാന സർക്കാരും ജനങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാഫി പറമ്പിൽ MLA. കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന സമനാഗ്നി ജാഥയുടെ ഭാഗമായി മണ്ണാർക്കാട് തെങ്കര മണ്ഡലം കമ്മിറ്റി പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഷാഫി പറമ്പിൽ. 2 ഭരണകൂടങ്ങളുടെയും ധാർഷ്ട്യത്തെയും ധിക്കാരത്തെയും ജനങ്ങൾ ചോദ്യം ചെയ്യും. അത് ചോദ്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തം ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ ഷാഫി പറമ്പിൽ MLA പറഞ്ഞു. ഇത് 2 സർക്കാരുകൾക്കെതിരായി കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു വലിയ പ്രതിഷേധമായി ഈ സമരാഗ്നി മാറും. കേന്ദ്രമാണെങ്കിലും കേരളമാണെങ്കിലും ജനങ്ങൾക്ക് വെറുത്തിരിക്കുന്നു, മടുത്തിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണം. ജനങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ പറയാനോ ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനോ അല്ല. ഒരു വശത്ത് ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്നവർ, ഇവിടെ സംസ്ഥാനത്താണെങ്കിൽ ജനങ്ങളെ വെല്ലുവിളിക്കുന്നവർ. 2 ഭരണകൂട ധാർഷ്ട്യത്തെയും 2 ഭരണകൂട ധിക്കാരത്തെയും
ഈ രാജ്യത്തെ ജനങ്ങൾ ചോദ്യം ചെയ്യും, കേരളത്തിലെ ജനങ്ങൾ ചോദ്യം ചെയ്യും. അത് ചോദ്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തം ജനങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയാണ്. ആ ഉത്തരവാദിത്തം നമ്മൾ നിറവേറ്റുക തന്നെ ചെയ്യുമെന്ന് ഈ യോഗത്തിൽ പറയാൻ ഞാൻ 40 രൂപയ്ക്ക് ഒരു ഡോളർ കിട്ടുമെന്ന് പറഞ്ഞവരുടെ വാക്ക് ഇപ്പൊ ഈ നാട്ടിൽ ചർച്ചയുണ്ടോ? നോട്ട് നിരോധിച്ച് കള്ളപ്പണം പൂർണ്ണമായിട്ട് ഇല്ലാതാക്കിയില്ലെങ്കിൽ 50 ദിവസം കൊണ്ട് എന്നെ പച്ചക്ക് കത്തിച്ചോളൂ എന്നൊരു നാടിന്റെ പ്രധാനമന്ത്രി പറഞ്ഞതിനെ സംബന്ധിച്ച് ഇപ്പൊ ചർച്ചയുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി കോൺഗ്രസിന്റെ പരാജയത്തിന്റെ സ്മാരകമാണ്, ഞങ്ങൾ വന്നാൽ അത് എടുത്തു നീക്കുമെന്ന് പറഞ്ഞവർക്ക് തൊഴിലുറപ്പ് പദ്ധതി പോലെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പകരം കണ്ടെത്താൻ കഴിഞ്ഞ എന്തെങ്കിലും ഒരു പ്രൊജക്ട്, എന്തെങ്കിലും ഒരു പദ്ധതി ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഇപ്പൊ ചർച്ചയുണ്ടോ? മുനിസിപ്പൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് വി ഡി പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പി അഹമ്മദ് അഷ്റഫ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട്, നേതാക്കളായ വി വി ഷൗക്കത്ത് അലി, കെ ബാലകൃഷ്ണൻ, ഹരിദാസ് ആറ്റക്കര, അരുൺകുമാർ പാലകുർശി, ഗിരീഷ് ഗുപ്ത, സെയ്ദ് കുരിക്കൾ, എം സി വർഗീസ്, വി പ്രീത തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാന ബജറ്റിൽ പട്ടാമ്പി മണ്ഡലത്തിലെ 2 പ്രധാന പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചതെന്ന് മുഹമ്മദ് മുഹസിൻ MLA. കുരുക്കല്ലൂർ മപ്പാട്ടുകര റെയിൽവേ അണ്ടർപാസേജും പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് നവീകരണവും ദീർഘകാലമായുള്ള ആവശ്യമാണെന്നും നവകേരള സദസ്സിന്റെ ഭാഗമായി ഉയർന്ന ആവശ്യങ്ങളിൽ ഉൾപ്പെടെ കൂടുതൽ ഫണ്ട് മണ്ഡലത്തിലേക്ക് ലഭിക്കുമെന്നും MLA അറിയിച്ചു. നമ്മുടെ നിയമസഭാ ബഡ്ജറ്റിൽ 2 പ്രധാനപ്പെട്ട പദ്ധതികൾക്കാണ് പട്ടാമ്പി മണ്ഡലത്തിൽ അനുമതി കിട്ടിയിട്ടുള്ളത്. 20ഓളം പദ്ധതികൾ നമ്മൾ കൊടുത്തിരുന്നു. അതെല്ലാം തന്നെ ടോക്കൺ പ്രൊവിഷനായിട്ട് ആ 20 പദ്ധതികളും വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഫണ്ട് അനുവദിച്ചിട്ടുള്ള 2 പദ്ധതികളൊരു ഒന്ന് മപ്പാട്ടുകര റെയിൽവേ അണ്ടർ ബ്രിഡ്ജാണ്. അത് ദീർഘകാലമായിട്ട് ആ പ്രദേശത്തെ ആളുകളുടെ ഒരു സ്വപ്നമാണ്. കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ 2 മപ്പാട്ടുകരക്കിടയിൽ ഒരു റെയിൽവേയുടെ ലൈന് പോകുന്നത് കൊണ്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്ത ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ മാത്രമല്ല ഭാവിയിൽ പപ്പാട്ടുകര പാലം വരുമ്പോഴൊക്കെ ഏറെ പ്രയോജനം ചെയ്യുന്ന രീതിയിലേക്കാണ് അത് മാറുക. 6 കോടി രൂപയാണ് അതിനുവേണ്ടി സംസ്ഥാന ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ അവിടെ വിസിറ്റ് ചെയ്ത് ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനമായിരുന്നു, അത് ഇപ്പോൾ നടപ്പിലാകാൻ പോവുകയാണ്. മറ്റൊന്ന് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, പട്ടാമ്പിയിൽ സെൻട്രൽ ഓർച്ചാർഡുണ്ട്. അത് വളരെ കാർഷിക മേഖലയിൽ വലിയ ഗുണം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്ഥാപനമായിരുന്നെങ്കിലും കഴിഞ്ഞ കുറേ കാലമായി വളരെ ശോചനീയാവസ്ഥയിലാണ് ഉള്ളത്. അതിൻ്റെ സമഗ്ര നവീകരണം, ധാരാളം സ്ഥലമുണ്ടെങ്കിലും അത് നവീകരിക്കാതെ പഴയ മരങ്ങളാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ ചെടികളും ഇതൊക്കെ ആകെ വളരെ മോശമായിട്ടുള്ളൊരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ്. കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്താൻ സെൻട്രൽ ഓർച്ചാർഡിൻ്റെ സമഗ്ര നവീകരണം വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ നെല്ല് ഗവേഷണ കേന്ദ്രവും സെൻട്രൽ ഓർച്ചാർഡൊക്കെ പട്ടാമ്പിയുടെ ഏറ്റവും വലിയ സമ്പത്താണ്. അപ്പോൾ അതിൻ്റെ സമഗ്ര നവീകരണത്തിന് വേണ്ടിയാണ് 5 കോടി രൂപ മാറ്റിവെച്ചിട്ടുള്ളത്. ഭാവിയിൽ ഒരു ഫാം ടൂറിസം കൂടി അവിടെ ആരംഭിക്കുക എന്ന ഉദ്ദേശമാണ് നമുക്കുള്ളത്. ആളുകൾക്ക് വരാനും ആസ്വദിക്കാനും അതോടൊപ്പം ഒരു പഠനാർഹമായ രീതിയിൽ കൃഷിയെ കാണാനും കഴിയുന്ന തരത്തിലുള്ളൊരു ഫാം ടൂറിസം കൂടി അതിൻ്റെ ഭാഗമായി ആസൂത്രണം ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. കൃഷിയും മൃഗസംരക്ഷണവും ഒന്നിച്ചു മുന്നോട്ട് കൊണ്ടുപോകാൻ ലക്ഷ്യമിട്ട് പാൽ, മുട്ട, പച്ചക്കറി ഉൽപ്പാദന യൂണിറ്റ് എന്ന പുതിയ പദ്ധതിയുമായി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. സാധാരണക്കാരായ കുടുംബങ്ങളെ സ്വയം പര്യാപ്തമാക്കുന്നതിന് ലക്ഷ്യമിട്ട് 40 ലക്ഷം രൂപ വകയിരുത്തിയ 2024-25 വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് ടി ശശികുമാറാണ് അവതരിപ്പിച്ചത്. ഒരു കറവ പശു, 2 ആട്, 10 കോഴി, 5 സെന്റിൽ പച്ചക്കറി കൃഷി എന്നിങ്ങനെ ഒരു വീട്ടിലേക്ക് ഒരു പദ്ധതി എന്ന രീതിയിലാണ് നടപ്പാക്കുക. ആകെ 37.79 കോടി രൂപ വരവും 37.56 കോടി രൂപ ചെലവും 23.08 ലക്ഷം രൂപ മിച്ചവും വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ദീർഘവീക്ഷണം നടത്തി ഉറച്ചക്കാൽവെപ്പോടെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരവസ്ഥയിലാണ് സംജാതമായിരിക്കുന്ന അവസ്ഥയിലാണ് നാം എത്തി നിൽക്കുന്നത്. എല്ലാ മേഖലയിലും തുക വകയിരുത്തുവാനും മുൻ വർഷങ്ങളിലെ വികസന പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടുപോകാൻ ഭരണസമിതിക്ക് സാധിക്കുന്ന തരത്തിൽ ഈ ബജറ്റിൽ കൃത്യമായി നീതി പുലർത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഈ ഭരണസമിതി വന്നതിനു ശേഷം 3ാമത് നടക്കുന്ന ബജറ്റാണ് ഇന്ന് നടക്കുന്നത്. സ്ത്രീകൾക്ക് പെൺമ എന്ന പേരിൽ സ്വപ്ന പദ്ധതിയും ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. സ്വയം തൊഴിൽ ചെയ്യുന്ന SC വനിതകൾ എടുക്കുന്ന വായ്പയിലേക്ക് 1.5 ലക്ഷം രൂപ പഞ്ചായത്ത് നൽകും. ഇതിനുവേണ്ടി 13 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. അത്യാധുനിക രീതിയിലുള്ള നീന്തൽക്കുളവും നിർമ്മിക്കുന്നതിന് തുക വച്ചിട്ടുണ്ട്. പാർപ്പിട പശ്ചാത്തല മേഖലകൾക്കാണ് ബജറ്റിൽ പ്രാമുഖ്യം നൽകിയിട്ടുള്ളത്. 3.56 കോടി രൂപ പശ്ചാത്തല മേഖലയ്ക്കും 2.11 കോടി രൂപ പാർപ്പിട മേഖലയ്ക്കും നീക്കിവച്ചിട്ടുണ്ട്.
കാർഷിക മേഖലയിൽ 1.61 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. വികസനകാര്യ സ്ഥിര സമിതി അധ്യക്ഷ AI സീനത്ത് അധ്യക്ഷയായി. ഇടവേള. വാർത്തകൾ തുടരുന്നു. കരിമ്പുഴ പഞ്ചായത്തിലെ തുമ്പക്കണ്ണി പൂവക്കോട് ആദിവാസി കോളനിയിലേക്ക് റോഡില്ലാത്തത് കോളനി നിവാസികളെ ദുരിതത്തിലാക്കുന്നു. കഴിഞ്ഞ ദിവസം ജില്ലാ ആശുപത്രിയിൽ മരിച്ച കോളനി നിവാസിയുടെ മൃതദേഹം ചുമന്നാണ് കോളനിയിൽ എത്തിച്ചത്. ഇവിടേക്ക് വഴി നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ചു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ 10ാം വാർഡിലാണ് തുമ്പക്കണ്ണി പൂവക്കോട് ആദിവാസി കോളനിയുള്ളത്. 4 വീടുകളിലായി 15ഓളം അംഗങ്ങളാണ് ഇവിടെയുള്ളത്. കോളനിയിലെത്തിപ്പെടാൻ ഒരു റോഡില്ലെന്നതാണ് ഇവർ നേരിടുന്ന വലിയ ദുരിതം. കഴിഞ്ഞ ദിവസം ജില്ലാ ആശുപത്രിയിൽ മരിച്ച കോളനി നിവാസിയുടെ മൃതദേഹം ചുമന്നാണ് കോളനിയിലെത്തിച്ചത്. കോളനിയിലുള്ളവർക്ക് അസുഖം പിടിപെട്ടാൽ ആശുപത്രിയിലേക്ക് എത്തിക്കണമെങ്കിലും ഇതുതന്നെയാണ് അവസ്ഥ. തുമ്പക്കണ്ണി പുഴയോട് ചേർന്നാണ് കോളനിയുള്ളത്. മഴക്കാലമായാൽ പുഴ നിറയുകയും കോളനിക്കരികിലൂടെയുള്ള തോട് നിറഞ്ഞൊഴുകുകയും ചെയ്യുമ്പോൾ ഇവരുടെ ദുരിതം ഇരട്ടിക്കും. സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് ഇത് വലിയ ഭീഷണിയാണ്. പ്രധാന റോഡിൽ നിന്നും 1 കിലോമീറ്റർ ദൂരമാണ് കോളനിയിലേക്കുള്ളത്. അതിൽ 500 മീറ്റർ ദൂരം ഗ്രാമപഞ്ചായത്ത് മുമ്പ് കോൺക്രീറ്റ് ചെയ്തതാണ്. തുടർന്നുള്ള സ്ഥലമാണ് ഗതാഗതയോഗ്യമാക്കേണ്ടത്. ഇതിൽ സ്വകാര്യ വ്യക്തിയുടെ അധീനതയിലുള്ള പാടശേഖരവും ഉൾപ്പെടും. ഇതിൽ നിന്ന് വഴിക്കുള്ള സ്ഥലം വിട്ടു നൽകാൻ സ്വകാര്യ വ്യക്തി തയ്യാറാണ്. മഴ പെയ്താൽ തോട് കവിഞ്ഞൊഴുകുന്ന ഭീഷണി ഒഴിവാക്കി കൽവർട്ടുകൾ നിർമ്മിച്ച് സ്ലാബുകൾ ഇട്ടുവേണം നിർമ്മാണം പൂർത്തിയാക്കാൻ. ഇതിന് 1 കോടി രൂപയോളം ചിലവ് വരും. ഇതും അധികൃതർ കണ്ടെത്തേണ്ടി വരും. ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ, വില്ലേജ് ഓഫീസർ പ്രിയേഷ്, മെമ്പർമാരായ അനസ് പമ്പറ, KK ഷൗക്കത്ത്, രുക്മണി എന്നിവർ കോളനി സന്ദർശിച്ചത്. കോളനിക്കാരുടെ യാത്രാ ദുരിതത്തിന് പരിഹാരം കാണാൻ പഞ്ചായത്ത് ശ്രമിക്കുമെന്ന് പ്രസിഡന്റ് KM ഹനീഫ പറഞ്ഞു. മുമ്പ് കോൺക്രീറ്റ് ചെയ്ത സ്ഥലം മുതലുള്ള കുറച്ചു ഭാഗം കൂടി ഗ്രാമപഞ്ചായത്ത് ഗതാഗത യോഗ്യമാക്കും. ബാക്കി പാടശേഖരമായതിനാൽ സ്ഥലം സഞ്ചാരയോഗ്യമാക്കണമെങ്കിൽ വലിയ തുക വേണ്ടിവരുന്നതിനാൽ ഇതിനായി പട്ടികവർഗ ഓഫീസുമായി ബന്ധപ്പെടുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. നമ്മളത് അവിടേക്ക് വഴി വെട്ടുന്നതുമായി ബന്ധപ്പെട്ട് 2020 നമുക്ക് കിട്ടിയ ഒരു അപേക്ഷയുമായി പിന്നിൽ അത് പൊതുവഴി അല്ലാത്ത സ്ഥലങ്ങൾ തരംതിരിച്ച് വില്ലേജിലെ അധികാരിയുമായി ബന്ധപ്പെട്ട് തരംതിരിച്ച സ്ഥലം ഏർപ്പാടാക്കി തരികയും സ്വകാര്യ വ്യക്തി നൽകാൻ തയ്യാറാണെങ്കിൽ ആ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അവിടേക്ക് വഴി വെട്ടാൻ തയ്യാറാണ് പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് വില്ലേജ് ഓഫീസിലേക്ക് ഒരു കത്ത് കൊടുത്താണ്. പക്ഷേ നമുക്ക് സ്ഥലം നിജപ്പെടുത്തി അവർ തന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. വീണ്ടും ഈ വിഷയം അറിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ആ സ്ഥലം സന്ദർശിച്ചു. ഏകദേശം ഒരു 500 മീറ്ററോളം വഴി റോഡ് പോലെ അവിടെ കിടക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് പാടശേഖരമാണ്. അപ്പോൾ ഈ 500 മീറ്ററോളം വരുന്ന സ്ഥലത്ത് കുറച്ച് ഭാഗം പഞ്ചായത്ത് തന്നെ ഇടപെട്ടിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സ്ഥലം കൂടി കോൺക്രീറ്റ് ചെയ്യാൻ പഞ്ചായത്തിനെ കൊണ്ട് കഴിയും. അതിനുള്ള സാമ്പത്തിക അവസ്ഥ നമുക്കുണ്ട്. NREGSൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. പക്ഷേ പാടത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് പഞ്ചായത്തിൻ്റെ സാമ്പത്തിക പരിധിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒന്നല്ല പിന്നീടുള്ള റോഡ് വെട്ടൽ എന്നുള്ളത്. കാരണം ഏകദേശം 300 മീറ്റർ പാടശേഖരവും അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 150 മീറ്ററോളം തോടുമാണ്. അപ്പോൾ ആ തോടിന് സ്ലാബൊക്കെ വാർത്ത് ഇട്ട് ചെയ്യേണ്ടുന്ന പ്രവൃത്തിയാണ്. ഏകദേശം 1 കോടിയോളം രൂപ ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. അത് ബന്ധപ്പെട്ട ST വിഭാഗത്തിലെ ബന്ധപ്പെട്ട വകുപ്പും അതുപോലെ അധികാരികളും ഏറ്റെടുത്തുകൊണ്ട് ആ പ്രവൃത്തി നടത്താൻ മാത്രമേ കഴിയുകയുള്ളൂ. പക്ഷേ ഈ 500 മീറ്റർ ദൂരം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗതാഗത യോഗ്യമാക്കി കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കാൻ പഞ്ചായത്ത് തയ്യാറാണ്. അതിൽ 2 ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്നുണ്ട് വഴിക്ക് തടസ്സമായി. അതും മാറ്റി കൊണ്ട് ആ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. പിണറായി വിജയന്റെ അഹങ്കാരത്തിന് കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്ന കരണത്തടിയാകും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പെന്ന് ഷാഫി പറമ്പിൽ MLA. കോൺഗ്രസ് എടത്തനാട്ടുകര മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിണറായി വിജയന്റെ അഹങ്കാരത്തിന് കേരളത്തിലെ ജനങ്ങൾ കൊടുക്കുന്ന കവളത്തടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഫെബ്രുവരി 17 പാലക്കാട് KPCC പ്രസിഡന്റ് K. സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒരുമിച്ച് പങ്കെടുക്കുന്ന സമരാഗ്നിയുടെ പ്രചരണാർത്ഥം കൂടിയാണ് മണ്ഡലം കൺവെൻഷൻ ചേർന്നത്. എടത്തനാട്ടുകര കോട്ടപ്പള്ള സന ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ മണ്ഡലം പ്രസിഡന്റ് സിബ്കത്ത് മടത്തൊടി അധ്യക്ഷനായി.
ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട്, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത, ടി അപ്സര, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി സമദ് പുളിക്കൽ, മണ്ഡലം കോൺഗ്രസ് ഭാരവാഹികളായ NK മുഹമ്മദ് ബഷീർ, സുരേഷ് കൊടുങ്ങയിൽ, ഉമ്മർ പുത്തൻകോട്ട്, പി ബാലകൃഷ്ണൻ, റസാഖ് മംഗലത്ത്, നാസർ കാപ്പുങ്കൽ, നസീർ ബാബു PK, അയ്യപ്പൻ കുറുപ്പാടത്ത്, യു ശ്രീനിവാസൻ, പി അഹമ്മദ് സുബൈർ തുടങ്ങിയവർ പങ്കെടുത്തു. ഒറ്റപ്പാലം ഭാരതപ്പുഴ കൺവെൻഷൻ വ്യാഴാഴ്ച മുതൽ ഭാരതപ്പുഴ മണൽപ്പുറത്ത് ആരംഭിക്കും. സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന ഭാരതപ്പുഴ കൺവെൻഷൻ വൈകിട്ട് 6-ന് പ്രസിഡന്റ് പാസ്റ്റർ KK വിൽസൺ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 8-ാം തീയതി മുതൽ 11 വരെ വൈകിട്ട് 6 മുതൽ 9 വരെയാണ് ഭാരതപ്പുഴ കൺവെൻഷൻ നടക്കുന്നത്. പാലക്കാട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലുള്ള പെന്തക്കോസ്ത് സഭകളുടെ നേതൃത്വത്തിലാണ് ഭാരതപ്പുഴ കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. പാസ്റ്റർ ഫെയ്ത്ത് ബ്ലസൻ, പാസ്റ്റർ ഷാജി M. പോൾ, PG വർഗീസ് എന്നിവർ വിവിധ ദിവസങ്ങളിൽ പ്രഭാഷണം നടത്തും. ഭാരതപ്പുഴ ഹെവൻലി സിംഫണി PR സതീഷ് മാത്യുവിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അവതരിപ്പിക്കുന്ന സംഗീത ശുശ്രൂഷ നടക്കും. 11-ന് വൈകിട്ട് 5:30-ന് സ്റ്റീഫൻ ദേവസി, ബിനോയ് ചാക്കോ, ഇമാനുവൽ ഹെൻറി, ഷാരോൺ, സ്റ്റീഫൻ സാമുവൽ ദേവസി, ജിജി സാം എന്നിവരുടെ നേതൃത്വത്തിൽ മ്യൂസിക് നൈറ്റും നടത്തും. മലപ്പുറം, പാലക്കാട്, തൃശൂർ ജില്ലകളിൽ നിന്നുള്ള വിശ്വാസികളാണ് കൺവെൻഷനിൽ പങ്കെടുക്കുകയെന്ന് ഭാരവാഹികളായ പ്രസിഡന്റ് പാസ്റ്റർ KK വിൽസൺ, സെക്രട്ടറി PK ദേവസി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നാളെ മുതൽ ഞായറാഴ്ച വരെയാണ് ദിവസവും വൈകിട്ട് 6 മുതൽ 9 മണി വരെ ഒറ്റപ്പാലം ഭാരതപ്പുഴ മായന്നൂർ മണൽപ്പരപ്പ് വെച്ച് കൺവെൻഷൻ നടക്കും. കൃത്യം 6 മണിക്ക് തന്നെ സംഗീത ശുശ്രൂഷ ആരംഭിക്കും. പ്രശസ്ത സംഗീത സംവിധായകൻ സ്റ്റീഫൻ ദേവസി, സ്റ്റീഫൻ സാമുവൽ ദേവസി, അതുപോലെ ഇമ്മാനുവൽ ഹെൻറി, ജിജി സാം, ബിനോയ് ചാക്കോ തുടങ്ങിയ പ്രശസ്തരായ ക്രിസ്ത്യൻ സംഗീതത്തിൽ പങ്കെടുക്കും. പെരിന്തൽമണ്ണ, തിരൂർ റവന്യൂ ഡിവിഷനുകൾക്ക് കീഴിൽ ഭൂമി തരം മാറ്റത്തിനായി അപേക്ഷ നൽകിയവർക്ക് അദാലത്തുകൾ സംഘടിപ്പിച്ചു. അദാലത്തുകൾ ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. അപേക്ഷകൾ സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. പെരിന്തൽമണ്ണ റവന്യൂ ഡിവിഷനിലെ 1079 അപേക്ഷകൾ തീർപ്പാക്കി. പെരിന്തൽമണ്ണ റവന്യൂ ഡിവിഷനിൽ ഭൂമി തരം മാറ്റത്തിന് അപേക്ഷിച്ചവർക്കായുള്ള അദാലത്ത് മലപ്പുറം ടൗൺ ഹാളിലും, തിരൂർ റവന്യൂ ഡിവിഷനിൽ ഭൂമി തരം മാറ്റത്തിന് അപേക്ഷിച്ചവർക്കായുള്ള അദാലത്ത് തിരൂർ ട്രസ്റ്റ് ഓഡിറ്റോറിയത്തിലുമാണ് നടന്നത്. അദാലത്തുകൾ ജില്ലാ കളക്ടർ VR വിനോദ് ഉദ്ഘാടനം ചെയ്തു. അപേക്ഷകൾ സമയബന്ധിതമായി തീർപ്പ് കൽപ്പിക്കുമെന്ന് ജില്ലാ കളക്ടർ VR വിനോദ് പറഞ്ഞു. ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് എവിടെയും ഏജന്റുമാരെ നിയോഗിച്ചിട്ടില്ല. ഓൺലൈൻ സംവിധാനത്തിൽ സുതാര്യമായാണ് തരം മാറ്റ അപേക്ഷകൾ പരിഗണിക്കുന്നത്. ആർക്കും ഓൺലൈനായി തങ്ങളുടെ അപേക്ഷയുടെ സ്ഥിതി പരിശോധിക്കാനാവും. അപേക്ഷയുടെ സീനിയോറിറ്റി പരിഗണിച്ച് മാത്രമാണ് തരം മാറ്റ ഉത്തരവ് നൽകിയിട്ടുള്ളതെന്നും കളക്ടർ പറഞ്ഞു. ആവാസ വ്യവസ്ഥകൾ സംരക്ഷിച്ച് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനും കൃഷിഭൂമി സംരക്ഷിക്കുന്നതിനുമായാണ് 2008-ൽ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം കൊണ്ടുവന്നത്. വീട് വയ്ക്കുന്നത് ഉൾപ്പെടെ മനുഷ്യരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞാണ് ഈ നിയമത്തിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തുന്നത്. എന്നാൽ ഇത് അത്ര വേഗത്തിൽ തീർപ്പാക്കാവുന്ന ഒന്നല്ല. വിവിധങ്ങളായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു നിയമത്തിൽ ഭേദഗതി വരുത്തുമ്പോൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന കാരണത്താലാണ് ഭൂമി തരമാറ്റത്തിന് പലപ്പോഴും കാലതാമസം നേരിടേണ്ടി വരുന്നതെന്നും കളക്ടർ പറഞ്ഞു. ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഇക്കണോമിക് ആക്ടിവിറ്റിയിലേക്ക് മാറാത്തതിന് കാരണം ഭൂമിയിലും വലിയ വീട് വയ്ക്കുന്നതിന് വേണ്ടിയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യപ്പെട്ടതുകൊണ്ടാണ്. അത് ഭൂമിയിൽ ഒരുപാട് ഊഹക്കച്ചവടമുണ്ടായി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ഈ ലെജിസ്ലേഷനെ പറ്റി 2008-ലാണ് ഈ നിയമം വരുന്നത്. ഈ നിയമം വരുന്നതിന് മുമ്പിലുള്ള ആ സമയത്തുള്ള വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് 1970-കളിൽ 8 ലക്ഷം ഹെക്ടറിലധികം കൃഷിയുണ്ടായിരുന്നു, നെൽകൃഷിയുണ്ടായിരുന്നു. 2000 ആയപ്പോഴത്തേക്ക് അത് 2 ലക്ഷം ഹെക്ടറിലേക്ക് ചുരുങ്ങി, വലിയൊരു കുറവാണ് വന്നത്. ശാസ്ത്രീയമായ രീതിയിലോ ഒരു പ്രത്യേക പ്ലാൻ വഴിയോ നമ്മൾ ടൗൺ പ്ലാൻ ചെയ്യുകയോ ഒന്നും ചെയ്യാതെ ഓരോരുത്തരും എവിടെയും വീട് വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ വികസിതമായ പല രാജ്യങ്ങളും നോക്കിക്കൊണ്ട് മനസ്സിലാവും നമുക്ക് ഇതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഹൗസിംഗ്. അപ്പോൾ ഹൗസിങ്ങിൻ്റെ ഡിമാൻഡ് നമ്മുടെ ഭൂമിക്ക് കൂടുമ്പോൾ ഇതിനെല്ലാ സ്ഥലങ്ങളും പാഡി ലാൻഡ്സും ഫില്ല് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ അല്ല. തിരൂരിൽ നടന്ന അദാലത്തിൽ തിരൂർ സബ് കളക്ടർ സച്ചിൻ കുമാർ യാദവ് അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ ഠാകൂർ, തിരൂർ തഹസിൽദാർ ഷീജ, LR വിഭാഗം തഹസിൽദാർ നൌഷാദ്, LR വിഭാഗം ഡെപ്യൂട്ടി തഹസിൽദാർ ജോസഫ് സ്റ്റീഫൻ റൂബി തുടങ്ങിയവർ പങ്കെടുത്തു. മലപ്പുറത്ത് നടന്ന അദാലത്തിൽ പെരിന്തൽമണ്ണ സബ് കളക്ടർ D രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു.
പെരിന്തൽമണ്ണ തഹസിൽദാർ PM മായ, ഏറനാട് തഹസിൽദാർ KS അഷ്റഫ്, RDO ഓഫീസ് സീനിയർ സൂപ്രണ്ട് SS ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തിരൂരിൽ 2002 തരം മാറ്റൽ ഉത്തരവുകൾ വിതരണം ചെയ്തു. പെരിന്തൽമണ്ണ റവന്യൂ ഡിവിഷൻ അദാലത്തിൽ പരിഗണിച്ച 1740 അപേക്ഷകളിൽ 1079 എണ്ണം തീർപ്പാക്കി. ടോക്കൺ ലഭിച്ച 940 ഭൂമി തരം മാറ്റൽ ഉത്തരവുകൾ അദാലത്തിൽ വിതരണം ചെയ്തു. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഭേദഗതി പ്രകാരം ഭൂമിയുടെ തരം മാറ്റത്തിനായി നൽകിയ അപേക്ഷകളിൽ 25 സെന്റിൽ താഴെയുള്ളതും സൗജന്യമായി തരം മാറ്റം ലഭിക്കാൻ അർഹരായവരെയുമാണ് അദാലത്തിൽ പരിഗണിച്ചത്. പെരിന്തൽമണ്ണ, നിലമ്പൂർ, ഏറനാട്, കൊണ്ടോട്ടി താലൂക്കുകൾ ഉൾപ്പെടുന്ന പെരിന്തൽമണ്ണ റവന്യൂ ഡിവിഷനിൽ ആകെ 4938 അപേക്ഷകളാണ് ലഭിച്ചത്. അപേക്ഷകളിൽ രേഖകളുടെ അപര്യാപ്തത മൂലം 1778 അപേക്ഷകളും ഫീസ് ഈടാക്കേണ്ട 1420 അപേക്ഷകളും ഒഴികെയുള്ളവയാണ് അദാലത്തിൽ പരിഗണിച്ചത്. കഴിഞ്ഞ ദിവസം ധനമന്ത്രി KN ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിന്റെ കവർ ചിത്രം തയ്യാറാക്കിയത് പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപിക രമ്യ സന്ദീപ്. തനിക്ക് കിട്ടിയ വലിയ അംഗീകാരമായാണ് ചിത്രകലാ അധ്യാപികയായ രമ്യ ഈ നേട്ടത്തെ കാണുന്നത്. ഇത്തവണ നിയമസഭയിൽ ധനമന്ത്രി KN ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിന്റെ കവർ പേജ് ചിത്രം തയ്യാറാക്കി നൽകിയത് പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപിക രമ്യ സന്ദീപാണ്. തനിക്ക് കിട്ടിയ വലിയ അംഗീകാരമായാണ് രമ്യ ഈ നേട്ടത്തെ കാണുന്നത്. കഴിഞ്ഞ വർഷവും ഇതിനായി ശ്രമിച്ചിരുന്നെങ്കിലും സമയം വൈകിയതിനാൽ നടന്നില്ല. അതിനാൽ ഇത്തവണ നേരത്തെ തന്നെ എല്ലാം തയ്യാറാക്കി ധനകാര്യ വകുപ്പിൻ്റെ മെയിലിലേക്ക് അയക്കുകയായിരുന്നു. തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശിനിയാണ് രമ്യ സന്ദീപ്. ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാസ്റ്റർ ഓഫ് ഫൈനാൻസ് പാസ്സായ രമ്യ എറണാകുളം ദർബാർ ഹാളിൽ ഉൾപ്പെടെ ചിത്രപ്രദർശനം നടത്തിയിട്ടുണ്ട്. 2 വർഷമായി പട്ടാമ്പി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ചിത്രകലാ അധ്യാപികയായി ജോലി ചെയ്യുന്നു. സ്കൂളിലെ വിദ്യാർത്ഥികളുടെ കലാമികവ് കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധ നൽകുന്നുണ്ട് രമ്യ. കുട്ടികൾ വരച്ച ചിത്രങ്ങളെല്ലാം ചുമരിൽ പതിപ്പിച്ച് അവർക്കായി ആർട്ട് ഗാലറി തന്നെ സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നു. അലനല്ലൂർ അയ്യപ്പൻകാവ് താലപ്പൊലി മഹോത്സവം ഈ മാസം 10-ാം തീയതി ശനിയാഴ്ച വർണ്ണാഭമായി ആഘോഷിക്കും. 3-ാം തീയതി ശനിയാഴ്ച മുതൽ ക്ഷേത്രത്തിൽ വിവിധ കലാപരിപാടികൾ അരങ്ങേറി വരുന്നുണ്ട്. വിപുലമായ ആഘോഷ പരിപാടികൾക്കാണ് ഇത്തവണ രൂപം നൽകിയിട്ടുള്ളതെന്ന് ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 3 മണിക്ക് തെച്ചിക്കോട്ട് ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് 8 മണിയോടുകൂടി ഇവിടെ എത്തിത്തരുന്ന രീതിയിലാണ് ആ കാഴ്ചശീവേലി സംവിധാനം ചെയ്തിട്ടുള്ളത്. ഒട്ടേറെ വൈവിധ്യമാർന്ന വേഷങ്ങളും വാദ്യഘോഷങ്ങളും കലാപരിപാടികളും എല്ലാം അരങ്ങേറിക്കൊണ്ടാണ് അലനല്ലൂർ ടൗണിനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടുള്ള ഈ കാഴ്ചശീവേലി. താലപ്പൊലി മഹോത്സവത്തിൻ്റെ ഭാഗമായുള്ള ആഘോഷ പരിപാടികൾക്ക് ഫെബ്രുവരി 3-ന് ശനിയാഴ്ച തുടക്കം കുറിച്ചു. കുമാരി ആദിത്യ M അവതരിപ്പിച്ച മോഹിനിയാട്ടവും കലാമണ്ഡലം നയനാപ്രകാശ് അവതരിപ്പിച്ച ഓട്ടൻതുള്ളലും അന്ന് അരങ്ങേറി. ഫെബ്രുവരി 4-ാം തീയതി മുരളി സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള ഫ്ലൂട്ട് ഫ്യൂഷൻ, 5-ാം തീയതി അലനല്ലൂർ സിംഗേഴ്സ് അവതരിപ്പിച്ച ഭക്തിഗാനമേള, 6-ന് സൗപർണിക സുനിൽ അവതരിപ്പിച്ച ഭരതനാട്യം, കലാമണ്ഡലം അഭിജോഷ് അവതരിപ്പിച്ച ചാക്യാർകൂത്ത് എന്നിവ നടന്നു. 7-ാം തീയതി മെഗാ തിരുവാതിരക്കളിയും കൈകൊട്ടിക്കളിയും കയർക്കോലാട്ടവും നടന്നു. ഫെബ്രുവരി 8-ന് അഞ്ജന നൃത്തകലാക്ഷേത്ര അലനല്ലൂർ അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ, ഫെബ്രുവരി 9-ാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 7 മണിക്ക് ആലപ്പുഴ കല്യാൺ അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടാകും. ഫെബ്രുവരി 10-ന് രാവിലെ 8 മണിക്ക് പട്ടല്ലൂർ മനയിൽ നിന്നും മേളത്തോടെ കൂടിയുള്ള എഴുന്നള്ളിപ്പ്, വൈകുന്നേരം 3:30 മുതൽ തെച്ചിക്കോട് നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്നും ക്ഷേത്ര പുരാഘോഷ കമ്മിറ്റിയുടെയും വിവിധ ദേശവേലകളുടെയും പൂതൻ, തിറ, വേഷങ്ങൾ, കാള എന്നിവയും സംയുക്തമായി നടത്തുന്ന കാഴ്ചശീവേലിയും ഉണ്ടാകും. രീതിയിലുള്ള വർണ്ണ കാഴ്ചകൾ ഒരുക്കിക്കൊണ്ട് തന്നെ ഒരു അലനല്ലൂർ ടൗണിൽ 3 ഭാഗത്തായി കേന്ദ്രീകരിച്ച് പഞ്ചവാദ്യവും ഈ ആഘോഷവും നടത്തിക്കൊണ്ട് തന്നെ പോരുന്നത്. ആദ്യത്തെ സംഗമം എന്ന് പറയുന്നത് തെച്ചിക്കോട് പോന്നു കഴിഞ്ഞാൽ അലനല്ലൂർ ഹോസ്പിറ്റൽ ജംഗ്ഷനിലും തുടർന്ന് ചൂരക്കാട് ജംഗ്ഷനിലും അതുപോലെ തന്നെ ചന്തപ്പടി ജംഗ്ഷനിലും 3 മണിക്കൂറോളം തുടർച്ചയായി പഞ്ചവാദ്യങ്ങളും മറ്റ് കലാപരിപാടികളും അവതരിപ്പിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് പോരുന്നത്. വൈകുന്നേരം 5 മണിക്ക് കല്ലുവഴി മുരളി നമ്പീശന്റെ നേതൃത്വത്തിൽ മേളം, തുടർന്ന് എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. രാത്രി 8 മണിയോടുകൂടി കാഴ്ചശീവേലി ക്ഷേത്രത്തിലെത്തും. തുടർന്ന് 9 മണിക്ക് കൽപ്പാത്തി ബാലകൃഷ്ണൻ, അത്താലൂർ ശിവദാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഇരട്ട തായമ്പക, രാത്രി 12 മണിക്ക് കൊല്ലം തപസ്യ അവതരിപ്പിക്കുന്ന ബാല എന്നിവ ഉണ്ടാകും. അരിയേറ്, മേളം, ഇടയ്ക്കപ്രദക്ഷിണം തുടങ്ങിയ ക്ഷേത്ര ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി താലപ്പൊലി പര്യവസാനിക്കും. താലപ്പൊലി ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് K. ശങ്കരനാരായണൻ, സെക്രട്ടറി ബാബു മൈക്രോടെക്,
ട്രഷറർ CG മോഹനൻ, ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റർ PM സനൽകുമാർ, വൈസ് പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് V മനോജ്, K രവികുമാർ, T രാജകൃഷ്ണൻ, ബിജു പുല്ലിക്കോട്ടിൽ, മുരളി പോറ്റൂർ, KM ബാബു, ജോയിന്റ് സെക്രട്ടറിമാരായ SK ശശിപാൽ, ചൂരക്കാട്ടിൽ അരവിന്ദാക്ഷൻ, K ജയമണികണ്ഠകുമാർ, A പ്രദീപ്, P ഗോപാലകൃഷ്ണൻ, ക്ഷേത്ര സംരക്ഷണ സമിതി ഭാരവാഹികളായ P വിശ്വനാഥൻ, P പത്മനാഭൻ, C രാമദാസ്, K സുരേഷ് കുമാർ, PM ദാമോദരൻ, PM ശ്രീകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. അങ്ങാടിപ്പുറം വലമ്പൂർ ആദിപരാശക്തി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവം ഫെബ്രുവരി 7 മുതൽ 17 വരെയുള്ള ദിവസങ്ങളിൽ നടക്കുമെന്ന് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളും സംഘാടക സമിതിയും പെരിന്തൽമണ്ണയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 17-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം MP അബ്ദുൽ സമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്യും. അങ്ങാടിപ്പുറം വലമ്പൂർ ആദിപരാശക്തി ദുർഗാ ഭഗവതി ക്ഷേത്രത്തിലെ പൂരമഹോത്സവത്തിന് മുളയിട്ട് 9 ദിവസങ്ങളിലെ ആറാട്ടോടെയാണ് പൂരം കൊണ്ടാടുക. ഫെബ്രുവരി 9 വെള്ളിയാഴ്ച വൈകിട്ട് മുളയിടലിനു ശേഷം തന്ത്രി കൊടിയേറ്റ് നിർവഹിക്കും. തുടർന്ന് തായമ്പകയും ആറാട്ടും നടക്കും. പൂരാഘോഷം സംബന്ധിച്ച് ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികളും സംഘാടക സമിതിയും വാർത്താ സമ്മേളനത്തിൽ വിവരിച്ചു. കുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക, അത് വളർന്നു വരുന്ന കലാകാരന്മാരെ അതുകൂടി ഉയർത്തിക്കൊണ്ടുവരിക, അവർക്ക് അവസരങ്ങൾ കൊടുക്കുക എല്ലാവരും പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കൊക്കെ കുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യങ്ങൾ കൊടുത്തിട്ട് കൊടിയേറ്റിൻ്റെ അന്ന് ആസിനി മാത്തൂർ അങ്ങോട്ട് ഒരു പെൺകുട്ടിയാണ് തായമ്പ കൊടുക്കുന്നത്. പിന്നെ തളി മാതൃസമിതി അവരെ ദേവി മഹാത്മ്യ പാരായണം എല്ലാവർക്കും ഒരേപോലെ പ്രാധാന്യം കൊടുക്കുന്നില്ലെന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. 11-ന് ശ്രീചക്രപൂജയും നവാഭരണ കീർത്തനാലാപനവും കൈനാറി അയ്യപ്പക്ഷേത്ര മാതൃസമിതിയുടെ തിരുവാതിരക്കളിയും ഉണ്ടാവും. 12-ന് ദേവി മഹാത്മ്യ പാരായണവും 14-നും 15-നും വൈകിട്ട് തായമ്പകയും 16-ന് ഇരട്ടത്തായമ്പകയും 17 രാവിലെ 10-ന് പഞ്ചാരിമേളവും ഉണ്ടാവും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം MP അബ്ദുൽ സമദ് സമദാനി MP ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് പകൽപൂരവും തിരുവാതിരക്കളിയും അരങ്ങേറും. രാത്രി ഗാനമേളയും നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം ട്രസ്റ്റി VP ബാലൻ, തന്ത്രി രഞ്ജിത്ത്, സംഘാടക സമിതി കൺവീനർ CP പ്രേംരാജ്, ട്രഷറർ ഉദയകുമാർ എന്നിവർ പങ്കെടുത്തു. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ. പാടിയും പറഞ്ഞും സൗഹൃദം പങ്കുവെച്ചും പേങ്ങാട്ടിരിയിൽ വെച്ച് നടന്ന 7ാമത് വീൽ ചെയർ ഫെസ്റ്റ് ശ്രദ്ധേയമായി. ഭിന്നശേഷിക്കാരായ 200-ലധികം പേർ പരിപാടിയിൽ പങ്കെടുത്തു. ആടിയും പാടിയും കളിച്ചുല്ലസിച്ചും പരിചയം പുതുക്കിയുമാണ് 7ാമത് വീൽ ചെയർ ഫെസ്റ്റ് പേങ്ങാട്ടിരിയിൽ വെച്ച് നടന്നത്. വിധിയുടെ പരീക്ഷണങ്ങളിൽ ജീവിതം 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ടവർക്ക് ഒരുമിക്കാനും അല്പനിമിഷം വേദനകളും യാതനകളും മറന്ന് ഉല്ലസിക്കാനുമുള്ള അവസരം ഒരുക്കിയാണ് വീൽ ചെയർ ഫെസ്റ്റ് സംഘടിപ്പിച്ചു വരുന്നത്. രജിസ്റ്റർ ചെയ്ത ഭിന്നശേഷിക്കാരായ 200-ലധികം പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ഇതിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത ചാവക്കാട് പാവറട്ടിയിൽ നിന്നും എത്തിയ ആയിഷ അബുബക്കർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 2022-23 വർഷത്തെ മുഖ്യമന്ത്രിയുടെ സ്കോളർഷിപ്പ് അവാർഡ് ജേതാവ് മൻഹാസ് K, ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ബേബി തനുജ എന്നിവർക്കുള്ള ഫെസ്റ്റിന്റെ സ്നേഹോപഹാരം P മമ്മിക്കുട്ടി MLA നൽകി. പൗരപ്രമുഖരും സന്നദ്ധ പ്രവർത്തകരും നാട്ടുകാരും ചെറുപ്പശ്ശേരി MES കോളേജ് വിദ്യാർത്ഥികളും ഇവർക്ക് പിന്തുണയും പ്രോത്സാഹനവും സഹായവും നൽകിക്കൊണ്ട് പരിപാടിയുടെ ഭാഗമായി. മാതൃകാ പ്രവർത്തനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് വല്ലപ്പുഴയിലെ ഒരു വനിതാ കൂട്ടായ്മ. ആനക്കോട് ലേഡീസ് ഗ്രൂപ്പാണ് പ്രദേശത്തുകാർക്കായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പുമായി നാടിൻ്റെ സാമൂഹിക സേവന രംഗങ്ങളിൽ കൈത്താങ്ങാവുന്നത്. ക്യാമ്പിൻ്റെ പോസ്റ്റർ പ്രകാശനം നടന്നു. വല്ലപ്പുഴ ആനക്കോട് കേന്ദ്രീകരിച്ചുള്ള വനിതാ കൂട്ടായ്മയാണ് ആനക്കോട് ലേഡീസ് ഗ്രൂപ്പ്. സാമൂഹ്യ പ്രതിബദ്ധതയോടെ സമൂഹത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ മുന്നോട്ട് വന്ന ഒരു പറ്റം വനിതകളാണ് ഈ കൂട്ടായ്മയുടെ കരുത്ത്. കൂട്ടായ്മ അഹല്യ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ ഫെബ്രുവരി 11-നാണ് ആനക്കോട് അംഗൻവാടിയിൽ വെച്ച് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ക്യാമ്പിന്റെ പോസ്റ്റർ പ്രകാശനം മാപ്പിളപ്പാട്ടു ഗായകൻ ജിൽഷാദ് വല്ലപ്പുഴയും കർഷകനും പൗരപ്രമുഖനുമായ കോയ ഹാജിയും കൂടിയും സാമൂഹിക പ്രവർത്തക ഫാത്തിമ സുഹറ, ആശാ വർക്കർ ഷീജ കുമാരൻ,
അംഗനവാടി അധ്യാപിക ലീല എന്നിവർക്ക് കൈമാറി നിർവഹിച്ചു. ലേഡീസ് ഗ്രൂപ്പിന്റെ പുതിയ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. ആനക്കോട് ലേഡീസ് ഗ്രൂപ്പിലെ എല്ലാ അമ്മമാരും സഹകരിച്ച് ഇവിടെ എല്ലാ ജനങ്ങൾക്കും വേണ്ടിയിട്ട് അഹല്യ കണ്ണാശുപത്രിയും പിന്നെ ആനക്കോട് ലേഡീസും കൂടി നടന്ന തിമിര ക്യാമ്പ്, കണ്ണ് പരിശോധന ക്യാമ്പ് അതിൻ്റെ നോട്ടീസ് പ്രകാശനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഇന്ന് വന്നു ചേർന്ന എല്ലാവർക്കും, ആനക്കോട് ലേഡീസിന് എല്ലാവർക്കും, പിന്നെ ഈ ആനക്കോട് ലേഡീസ് ഗ്രൂപ്പിൻ്റെ പേരിലും ആനക്കോട് പ്രദേശത്തെ 3-ാം വാർഡിൻ്റെ പേരിലും എല്ലാവരെയും എത്തിച്ചേർന്ന് നന്ദി അറിയിക്കും. ഏലംകുളം സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ ഡയാലിസിസ് സെന്റർ, ഡേ കെയർ സെന്റർ എന്നിവയുടെ തറക്കല്ലിടൽ ചടങ്ങിനായുള്ള സംഘാടക സമിതി രൂപീകരിച്ചു. ഫെബ്രുവരി 18 ഞായറാഴ്ചയാണ് ചടങ്ങ്. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിലെ നിറസാന്നിധ്യമായി ഒരു പതിറ്റാണ്ടിലേറെയായി പെരിന്തൽമണ്ണ ഏലംകുളം ആസ്ഥാനമായി പ്രവർത്തിച്ചു വരുന്ന സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ ഏലംകുളം പഞ്ചായത്തിലെ 8-ാം വാർഡിൽ പെരുമ്പറമ്പ് കുഴാന്തറ റോഡിൽ സുമനസ്സുകളുടെ സഹായത്താൽ സ്നേഹതീരം ചാരിറ്റബിൾ ട്രസ്റ്റിന് ലഭിച്ച സ്ഥലത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഡയാലിസിസ് സെന്ററിൻ്റെയും ഡേ കെയർ സെന്ററിൻ്റെയും ശിലാസ്ഥാപന ചടങ്ങിനായുള്ള സംഘാടക സമിതിയാണ് രൂപീകരിച്ചത്. ഫെബ്രുവരി 18 ഞായറാഴ്ച നടക്കുന്ന ചടങ്ങിൽ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ തറക്കല്ലിടൽ കർമ്മം നടക്കും. സ്നേഹതീരം ഓഫീസ് പരിസരത്ത് വെച്ച് നടന്ന യോഗത്തിൽ ഫൈസൽ, സോമസുന്ദരൻ, അലി, ഇസ്മായിൽ മാസ്റ്റർ, മനഴി ജനാർദ്ദനൻ, ഉമ്മർ പച്ചിരിക്കുത്ത്, അബൂബക്കർ തണൽ, യൂസഫ് പി കെ, ഷൗക്കത്തലി പി കെ, അലി കുറവക്കുന്നൻ തുടങ്ങി സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവർ പങ്കെടുത്തു. ഏതാണ്ട് 4-4.5 കോടി രൂപയോളം ചെലവഴിച്ചുകൊണ്ട് ഒട്ടനവധി വീടുകളും പൊതു കിണറുകളും അതേപോലെ തന്നെ വിദ്യാഭ്യാസപരമായി പുറകോട്ട് നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവന്ന് അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ഇനി അല്പം കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഏതാണ്ട് 70 സെൻറ്റ് സ്ഥലം വാങ്ങുകയും അത് രജിസ്റ്റർ കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് ഇനി അതിൻ്റെ തറക്കല്ലിടൽ കർമ്മമാണ് ഈ വരുന്ന 18-ാം തീയതി. ചെർപ്പശ്ശേരി പുതനാൽക്കൽ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന തോൽപ്പാവക്കൂത്തിനോടനുബന്ധിച്ച് ചൊവ്വാഴ്ച നാടൻപാട്ട് അരങ്ങേറി. യാഴ് ദി വള്ളുവനാടൻ ഫോക്ക് ബാൻഡാണ് നാടൻപാട്ട് അവതരിപ്പിച്ചത്. ഉണ്ണിയേട്ടൻ സൺസ്, RS ബേക്കറി, മിഥില റീജൻസി ആൻഡ് രസിക റീജൻസി വക വഴിപാടായാണ് പരിപാടി നടത്തിയത്. എല്ലാ വർഷവും ഇവരുടെ വക കൂത്ത് വഴിപാട് നടത്തി വരുന്നുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പണമില്ലാതെ ബജറ്റിൽ പ്രഖ്യാപനങ്ങൾ നടത്തി ജനങ്ങളെ വെല്ലുവിളിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാരെന്ന് MLA-മാരായ മഞ്ഞളാംകുഴി അലിയും നജീബ് കാന്തപുരവും. ഇടതുപക്ഷക്കാർ ഉയർത്തിക്കൊണ്ടുവന്ന പെരിന്തൽമണ്ണയിലെ ഒരാടം പാലം, മാനത്തുമംഗലം ബൈപ്പാസ് പോലും ബജറ്റിൽ അവഗണിച്ചു. ഇടതുപക്ഷ നയങ്ങൾ പോലും മറന്നെന്നും MLA-മാർ. കേന്ദ്രവും കേരള ഭരണകൂടവും ജനങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാഫി പറമ്പിൽ MLA. വരുന്ന തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഇതിന് തിരിച്ചടി നൽകുമെന്നും ഷാഫി പറമ്പിൽ. ഭൂമി തരം മാറ്റിയെന്ന് കൃഷിവകുപ്പ് കണ്ടെത്തിയിട്ടും നടപടിയെടുക്കാതെ റവന്യൂ അധികൃതർ. മണ്ണാർക്കാട് കൈതച്ചിറ മുക്കാട് പാടശേഖരത്തിലാണ് നെൽവയൽ തരം മാറ്റിയതായി കൃഷിവകുപ്പ് കണ്ടെത്തിയത്. ഇതുകാരണം സമീപത്തെ മറ്റ് കർഷകർക്കും കൃഷിയിറക്കാൻ കഴിയുന്നില്ലെന്ന് പരാതി. വെറ്റിനറി സർവകലാശാലയ്ക്ക് കീഴിലെ തിരുവിഴാംകുന്ന് ലൈവ് സ്റ്റോക്ക് റിസർച്ച് സ്റ്റേഷൻ വളപ്പിൽ നിന്ന് ലക്ഷങ്ങളുടെ മരങ്ങൾ മുറിച്ചു കടത്തി. മരം കടത്തിയത് ഉണങ്ങിയ മരങ്ങൾ ലേലം ചെയ്യാൻ നൽകിയതിന്റെ മറവിൽ.
സ്റ്റേഷൻ അസിസ്റ്റന്റ് പ്രൊഫസറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു. കൃഷി മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് പുതിയ പദ്ധതിയുമായി അമ്പലപ്പാറ ഗ്രാമപഞ്ചായത്ത് ബജറ്റ് 37.79 കോടിയുടെ ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ അവതരിപ്പിച്ചത്. സ്ത്രീകൾക്കായി പെൺമ പദ്ധതിയും ബജറ്റിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.